ഹായ് മക്കളെ, NMS എക്സാം 48,000 രൂപയുടെ സ്കോളർഷിപ്പിൻ്റെ എക്സാം ആണല്ലേ. പരീക്ഷ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് മാറ്റ്, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്. ഈ മാറ്റിലെ കിഡിലെ 3 ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ നമുക്ക്. ക്വസ്റ്റ്യൻ എന്താ ഇവിടെ കാണുന്നുണ്ട്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കിക്കേ, 6 പിന്നെ ഒരു 35 ഇപ്പുറത്തുണ്ട്. ഈ 6ഉം 35ഉം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് ഈ 9ൻ്റെ ഈ സൈഡിലുള്ള ഈ ഡാഷ് കാണിച്ചിരിക്കുന്ന അവിടെയുള്ള നമ്പർ എത്രയാണെന്നാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാണിച്ചത് എന്താണ് ആ 6ഉം 35ഉം തമ്മിലുള്ള ബന്ധം എന്ന് കണ്ടോ. ഈ 6ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. ആ 36ൽ നിന്ന് 1 അങ്ങോട്ട് കുറയ്ക്കുക. ആ 36ന്ന് 1 അങ്ങോട്ട് കുറച്ചാൽ എത്രടാ? 35. ആ 35ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? സ്ക്വയേഴ്സിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞ ഒരു ലോജിക്കാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 9ൻ്റെ ഇവിടെ എങ്ങനെയാണ് വരിക? 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 9 × 9 എത്രയാണ്? 81 ആണ്. ആ 81ൽ നിന്ന് എന്ത് ചെയ്യണം? ഇവിടെ 1 കുറച്ച പോലെ തന്നെ 81ൽ നിന്ന് കുറയ്ക്കണം. 81 - 1 എത്രയാടാ? 80. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ 80. സിമ്പിളാണ്. ഇങ്ങനത്തെ റിലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യനൂടെ കാണിച്ചു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് ശ്രദ്ധിച്ച് ചോദ്യം വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. 5-26. ആ 5-26 തമ്മിലൊരു ബന്ധമുണ്ട്. 5-26 തമ്മിലുള്ള ബന്ധം എങ്ങനെ? ഇതെങ്ങനെ ബന്ധം നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം? അതിനാണ് സ്ക്വയേഴ്സ് പഠിക്കണം എന്ന് പറയുന്നത്. ആ സ്ക്വയേഴ്സ് ഒന്ന് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസർ കിട്ടൂടാ. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 × 5 എത്രയാണ്? 25 ആണ്. ആ 25ൽ നിന്ന് ഇവിടെ 26 കിട്ടാൻ എത്രയാ? 1 കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് വരുന്നത്. അപ്പോൾ 25 + 1 ദാറ്റ് ഈസ് 26. അങ്ങനെയാണ് ഇവിടെ 26 കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ 6ൻ്റെ ഇവിടെ ഈ ഡാഷ് കൊടുത്തിരിക്കുന്ന അവിടെ വിട്ടുപോയ സ്ഥാനത്തെ നമ്പർ കണ്ടുപിടിക്കുക. സിമ്പിളാണ്. ഇതുപോലെ തന്നെ സ്ക്വയർ എടുത്തേ. 6ൻ്റെ സ്ക്വയർ എടുത്തേ. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 6 × 6 അല്ലേ? ആ 36 എഴുതിയാൽ മതിയോ? ഇല്ല. ഇവിടെ നമ്മൾ ചെയ്ത മാതിരി 1 അങ്ങോട്ട് കൂട്ടി കൊടുക്കണം. അപ്പോൾ 36 + 1 ദാറ്റ് ഈസ് 37 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുക. എന്താണ് ആ ലോജിക് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇതൊരു മിസ്സിംഗ് നമ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 3 കോളങ്ങളും സൈഡിൽ 4 നമ്പേഴ്സൊക്കെ ഉണ്ടല്ലേ? കാണിച്ചു തരാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കുന്ന ഈ നടുക്കുള്ള നമ്പർ, ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കണ്ടോ, ഈ 9ന് ഈ ചുറ്റുള്ള നമ്പറുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ കിട്ടും. ഇതാണ് ഐഡിയ. ഞാൻ കാണിച്ചു തരാം എന്താണ് ഐഡിയ എന്നുള്ളത്. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു തവണ ഇത് ചോദിച്ച സമയത്ത് ഒരുപാട് പേര് വിട്ട് കളഞ്ഞൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എന്താണ് ഐഡിയ? നോക്ക്. ഈ 5ഉം ഈ 2ഉം ഒന്ന് കുറച്ച്. 5ൽ നിന്ന് 2 കുറച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 ആണ് അല്ലേ? 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണ്. അതേപോലെ താഴത്തുള്ള സാധനം കൂടെ ഒന്ന് കുറച്ച്. 12 - 6 എത്രയാടാ? 6 ആണ്. ഈ 6ഉം 3ഉം തമ്മിലൊന്ന് കൂട്ടിക്ക്. 6ഉം 3ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നടുക്ക് 9 കിട്ടും. അതാണ് ഐഡിയ. സൈഡിലുള്ള 2 നമ്പേഴ്സ് കുറയ്ക്കുന്നു. ഈ സൈഡിലുള്ള 2 നമ്പേഴ്സ് കുറയ്ക്കുന്നു അല്ലേ? ആ 2 നമ്പേഴ്സ് കുറച്ചതിന് ശേഷം തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ അടുത്ത റിലേഷൻ ആ സെയിം പാറ്റേണിൽ വരുന്നുണ്ടോ നോക്കാം നമുക്ക്. 10 - 6 ദാറ്റ് ഈസ് 4 ആണ് അല്ലേ? 10 - 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4 ആണ്. അതുപോലെ തന്നെ 8 - 4 ദാറ്റ് ഈസ് 4 ആണ്. അപ്പോൾ 4 + 4 8. അങ്ങനെയാണ് ആ നടുക്ക് കാണുന്ന 8 വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കുള്ളിടത്തുള്ള ആ ഒരു ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഓപ്ഷനിൽ നിന്ന് കറുപ്പിച്ച്. സിമ്പിളാണ്. കാണിച്ചു തരാം. കണ്ടോ, 4 - 3. 4ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാടാ? 1. അതുപോലെ തന്നെ താഴെ നിന്ന് കുറയ്ക്കും. 7 - 1 എത്രയാണ്? 6. കുറച്ചാൽ മാത്രം മതിയോ? പോരാ. 2 നമ്പേഴ്സ് കുറച്ചത് തമ്മിൽ കൂട്ടുകയും വേണം. അവിടെ അല്ലേ നേരത്തെ അങ്ങനെ ചെയ്തത്? അപ്പോൾ 6 + 1 എത്രയാടാ? 7. ദാറ്റ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി 7. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് നോക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്കിൻ്റെ കൂടെ ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ആൻസർ കൂടെ നിങ്ങൾ ചെയ്യാം. താഴെ തന്നത് 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനിൽ നിന്ന് ഒരാൾ ഈ കൂട്ടത്തിൽ പെടുന്നില്ല. ആ പെടാത്ത ആളെ സെലക്ട് ചെയ്തിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് വിടുക. മറക്കണ്ട, ഫീഡ്ബാക്ക് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. ബൈ.